ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ മൂകാംബിക ട്രിപ്പിൻ്റെ ഡേ 2 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ആയപ്പോഴത്തേക്ക് കർണാടക എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പമ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയിട്ട് എല്ലാവരും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുമായിരുന്നു. ഇതാ കല്ലും ഞാനും എല്ലാവരും പാവാടി ഉടുപ്പൊക്കെയിട്ട് അങ്ങനെ റെഡിയായി. തടും പാവാടി ഉടുപ്പൊക്കെയിട്ട് സുന്ദരിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ വേലുവിനെ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ പിള്ളേരെല്ലാം പാവാടി ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായിട്ട് സുന്ദരി കുട്ടികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്ലുവിനെ മാത്രം വീഡിയോയിൽ കിട്ടിയില്ല. ഞാൻ കല്ലുവിനെ തന്നെയും പിന്നെയും കിടന്ന് വിളിക്കുന്നുണ്ട്. അവൾ മൈൻഡ് ചെയ്യാതെ അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് തിരിഞ്ഞ് നോക്കി. ഇത് പിന്നെ നമ്മുടെ ഹോട്ടലിൻ്റെ അവിടുത്തെ ആ ഒരു വരാന്തയിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്ത് വെച്ചാണ്. ഹായ് ഗൈസ്, നമ്മൾ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല വെയിലായിരുന്നു ഗേസ്, അതുകൊണ്ട് തലയിൽ എല്ലാവരും ഇങ്ങനെ മൂടിക്കെട്ടി നടക്കേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ പുറകിൽ ഇങ്ങനെ മലനിരകളൊക്കെ കാണാമായ, അപ്പോൾ അതൊക്കെ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ ഇവിടുത്തെ കടകളുടെ ഫ്രണ്ടിലെല്ലാം ഇതുപോലത്തെ എരുമയോ പോത്തോ പശു എന്താണെന്നറിയില്ല, അതൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. അതിനെല്ലാം അഴിച്ചു വിട്ടേക്കാണ് അവിടെ. ഇവിടെ എല്ലാം ഇങ്ങനത്തെ പോത്താണോ എരുമയാണോ അറിയില്ല ഗൈസ്, എനിക്ക് ഇതിനൊന്നും കണ്ടാൽ തിരിച്ചറിയില്ല. അതുകൊണ്ട് എന്തോ ഒരു സാധനം നമ്മൾ ചെരുപ്പൊക്കെ അവിടെ വെച്ചിട്ട് അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂവൊക്കെ ഉണ്ട്. ഇതാണ് ശിശുദാൻഡി, നമ്മുടെ സ്വന്തം ദേവുവിൻ്റെ അമ്മ. ശിശുദാൻഡിയെ കാണിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞ സ്ഥിതിക്ക് അമ്മ ഇത് നമ്മുടെ കല്ലുവിൻ്റെ അമ്മ ഒമാൻകാരിയാണ്. അതിന്റെ ജാടയാണ് കാണിക്കുന്നത്. ഒമാൻകാരി എന്ന് പറഞ്ഞാൽ ആനപ്പിണ്ടത്തിൽ ചവിട്ടിയപ്പോൾ മുടിയ ക്യൂ ആണ് ഗൈസ്. തീർത്തു ഇവിടെ വരെ നടന്നപ്പോഴത്തേക്ക് ഭയങ്കര ക്യൂവും കാണിച്ചായിരുന്നു. വലയുന്ന ഭക്തജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന അമ്മ. പിന്നെ അമ്പലത്തിലെ പ്രസാദമൊക്കെ തൊട്ട് എല്ലാവരും ഈ ഒരു ലുക്കായിട്ടുണ്ടായിരുന്നു. സ്നേഹമോളുണ്ട് അവിടെ. ആ കൈ ആരുടെയാണ് നിങ്ങൾ ഗസ് ചെയ്യും. ഇവിടെ വന്നു തൊഴുതു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 1 മണിയൊക്കെ ആയി. പിന്നെ ഇവിടുത്തെ പ്രസാദം കഴിച്ചു. എന്നിട്ടിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് ഗൈസ് സരസ്വതി മണ്ഡപം. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. എന്നെ ഇവിടെയാണ് എഴുത്തിനിരുത്തിയത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മുടെ പിള്ളേരൊക്കെ അക്ഷരങ്ങളൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. അവിടെ ഇരിക്കാൻ പറ്റുന്ന തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് അക്ഷരമൊക്കെ എഴുതി. അമ്പലത്തിൽ തൊഴുതു, പ്രസാദം കഴിച്ചു, ഭക്ഷണം കഴിക്കാൻ പോകുന്നു. പ്രസാദം കഴിച്ചില്ലേ? കഴിച്ചു ഗൈസ്. പ്രസാദം മീൻസ് ഇവിടുത്തെ ഒരു ചോറും പിന്നെ എന്തോ കറികളൊക്കെ എന്തോന്ന് പറഞ്ഞത് അതൊക്കെ കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? കഴിച്ചില്ല, ഇച്ചിരി കഴിച്ചു. അതെ, നമ്മൾ ഇച്ചിരി കഴിച്ചു. ഞാൻ കുറച്ച് കഴിച്ചു. എന്നാൽ നമ്മൾ കുഴപ്പമില്ലായിരുന്നു. ഇവിടുത്തെ അരിയാണ് ഗൈസ്, മറ്റേ എല്ലാം കുഞ്ഞ് നമ്മുടെ കേരളത്തിലെ അരി അല്ലല്ലോ, വളരെ തീരെ ചെറിയ അരിയാണ്. കൺഫ്യൂഷനാണ് ഗൈസ്. എന്തോ ഒരു അരി, ഇതായാലും ചെറിയ അരിയാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്താ കഴിക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. മലയാളത്തിൽ എഴുതിയ ലോഡ്ജുകളും ഉണ്ടോ? മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ശ്വേത ലോഡ്ജ് എന്നൊക്കെ. ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കേരള ഫുഡൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ദേവികയുണ്ട്, എല്ലാവരും കാണിച്ചു തരാം. നമ്മൾ ആരും രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും തലവേദന എടുത്ത് തല കറങ്ങിയിരിക്കുമായിരുന്നു. നമ്മൾ ഉച്ചയായിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മുടെ കേരള റൈസ്, പിന്നെ കേസരി ഉണ്ട്. ഇതെന്തുവാ? സാമ്പാറാണോ? അതെന്തോ ഒരു കറി, അത് രസമാണെന്ന് തോന്നുന്നു. പിന്നെന്താ മോരോ, പിന്നെന്തോ തോരൻ, അച്ചാറ്. എന്തായാലും കണ്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിക്കാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്ന് റെഡി ആയിട്ട് സെറ്റായിട്ട് വീണ്ടും ഒന്ന് അമ്പലത്തിൽ പോയിട്ട് അതുവഴി മുരുടേശ്വർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുമായിരുന്നു. ഞങ്ങൾ ചായ കുടിച്ചിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് പോവാണ് ഗൈസ്. ഭയങ്കര ചൂട്, ഇവിടെ സഹിക്കാൻ പറ്റാത്ത ചൂട്.
സരസ്വതി മണ്ഡപത്തിൽ ഡാൻസ് ചെയ്തിട്ടിപ്പോൾ നമ്മൾ മുരുടേശ്വറിലേക്ക് പോകാൻ പോവാണ്. ബസ്സിലാണ് പോകുന്നത്. നമ്മുടെ റൂമിൻ്റെ അവിടെ ചെന്നിട്ട് അവിടുന്ന് ബസ്സിൽ മുരുടേശ്വർ പോവാണ്. ആണ് ഗൈസ് പറയാനുള്ളത്. സരസ്വതി മണ്ഡപത്തിലേക്ക് ഡാൻസ് ചെയ്തിട്ട് വരുവാണ്. സന്തോഷമായോ? ഹാപ്പി ആയോ ഗൈസ്? ഞാൻ ഒരുപാട് ഹാപ്പിയായി. എന്നെ എഴുത്തിനിരുത്തിയത് ഈ അമ്പലത്തിലാണ്. പിന്നെ എഴുത്തിനിരുത്തിയത് ഈ അമ്പലത്തിലാണ്. അതിനുശേഷം 20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ ഈ അമ്പലത്തിൽ വരുന്നത്. സരസ്വതി മണ്ഡപത്തിലൊക്കെ ഡാൻസ് ചെയ്യാൻ പറ്റി. സന്തോഷമായ ശ്രീമന്ത? ഒരുപാട് സന്തോഷമായി എല്ലാവർക്കും. ഇവിടെ വന്നാൽ അവിടെ ഒന്ന് കയറി കളിക്കണമെന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം അതായിരുന്നു. 2 ചുവട് ആണെങ്കിലും ഒരുപാട് സന്തോഷമായി. പിന്നെ നമ്മൾ മൂകാംബികയിൽ നിന്ന് മുരുടേശ്വർ പോണ വഴിക്ക് ഇതുപോലെ 2 സൈഡിലും ഭയങ്കരമായിട്ടുള്ള കാടാണ്. ഒരു കാടിൻ്റെ നടുക്കൂടി പോകുന്ന ഒരു ഫീലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇത് അവിടുത്തെ ഒരു സ്കൂളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെ സ്കൂൾ ഒക്കെ കണ്ടിട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ഏതോ കന്നഡ സിനിമയിലൊക്കെ ചില സീൻസൊക്കെ കാണുന്ന പോലെയൊക്കെ തോന്നി. അങ്ങനെ നമ്മൾ മുരുടേശ്വർ എത്തി. എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞാൽ എൻ്റെ ഹൈറ്റ് കണ്ടിട്ട് കിളി പോയി നിൽക്കുമായിരുന്നു. മുകളിലോട്ട് നോക്കിയിട്ട് പെടലി വേദന എടുക്കുമായിരുന്നു. പിന്നെ അത് അവിടെ ശിവൻ്റെ ഒരു വലിയൊരു രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ തുള്ളി തുള്ളി നിൽക്കുമായിരുന്നു അങ്ങോട്ട് പോകാനായിട്ട്. ഇതിന്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. കയറിയാല് പ്രത്യേകിച്ചൊന്നുമില്ല. ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ കിട്ടും, അത്രേ ഉള്ളൂ. കൃഷ്ണനന്ദ അല്ല, സോറി, ശ്രീനന്ദ അല്ല, നന്ദയാ. അതെ അതെ. നോക്കൂ ഗൈസ്, എത്ര മനോഹരമായ കാഴ്ചകളാണ് ഉള്ളതെന്ന്. നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്കിതൊക്കെ കാണാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കുറെ ആനകളൊക്കെ ഉണ്ട്. ഇവിടെ കല്ലുമുണ്ട്. ആണ് ഗൈസിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ. അവിടെ മഹാദേവന്റെ വലിയൊരു രൂപമുണ്ട്. അകത്തേക്ക് കയറുവാണ്. ഫുള്ള് നമ്മുടെ ആൾക്കാരാണ്. ഓക്കെ, ശിവ സ്റ്റാച്യു, നമ്മുടെ ശിവ ആ വിഗ്രഹം രൂപമോ പ്രതിമയോ അതിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയാണിത്. രാത്രി ആയതുകൊണ്ട് നല്ല ഇരുട്ടാണ് ഗൈസ്. ഞങ്ങൾ കുറച്ച് ലേറ്റായി വന്നപ്പോൾ. ഇതാ പോന്നു. മുഴുവൻ ഇരുട്ടാണ്. നമുക്ക് വേറെ വ്യൂ കാണാം. ഫ്രണ്ട് പോയി അനുഭവമായിക്കോട്ടെ. പടിയൊക്കെ കാണാൻ വയ്യ. മഴയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഇതാണ് ഗൈസ് നമ്മൾ അടുത്ത് വരുമ്പോൾ വ്യൂ. ഇനി മുകളിലേക്ക് കയറുവാണ് നമ്മൾ. നല്ല രാത്രി ആയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ശിവ സ്റ്റാച്യുവിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ടൈമായിട്ട് ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ അധികം ആൾക്കാരുണ്ട്. എല്ലാ നാട്ടിൽ നിന്നുള്ള ആന്ധ്ര, തമിഴ്നാട്, കേരള എന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന വ്യൂ ഇതാണ് ഗൈസ്. വ്യൂ ഇതാരാ നിൽക്കുന്നത്? നമ്മൾ കണ്ടില്ലല്ലോ. ആ പുള്ളി ആർക്കോ ശിവലിംഗം കൊടുക്കുക. അവിടെ നന്ദികേശ്വരയുടെ ഒരു ബിഗ് സ്റ്റാച്യു ഉണ്ട്. താഴത്തെ വ്യൂ നല്ല രസമുണ്ട് ഗൈസ്. രാത്രി ആകുമ്പോഴാണ് തോന്നുന്നു ഭംഗിയാണ്. പിന്നെ നമ്മുടെ നന്ദിയുടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്, നാക്കൊക്കെ വെളിയിലിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് വീഡിയോ എടുത്തപ്പോൾ അവരൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് ഹായ് കാണിക്കുമായിരുന്നു. സ്റ്റാച്യു ഉണ്ട് ഗൈസ്. ബീച്ചിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു എല്ലാവരും ബീച്ചിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. നമ്മൾ എങ്ങോട്ടോ നടക്കുവാണ്. അത് എങ്ങോട്ടാണെന്ന് മനസ്സിലാവില്ല ഗൈസ്. അതെ, ബീച്ചാണോ ഇത്? ഇതാണ് ബീച്ച്. ഇത് ബീച്ചാണ് ഗൈസ്. ഹായ്, ബീച്ചിൻ്റെ മുകളിലൊരു റെസ്റ്റോറൻറ്റ് നോക്കൂ. കണ്ടോ
ബീച്ച് അതിൻ്റെ മുകളിലാണ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഇതാ ഇതുപോലെ കുറേ പേര് അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ പോയി അവിടെ നിന്ന് ആ പുള്ളിയോട് കത്തിയടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഇതാ ഇതിൻ്റെ ലൈറ്റിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓറഞ്ചിലുണ്ട്, പിന്നെ ബ്ലൂവിൽ കത്തും, അങ്ങനെ കുറേ കളേഴ്സിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ ഓറഞ്ച് ലൈറ്റും അടിച്ചപ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ സ്നേഹക്കുട്ടിയൊക്കെ അതിങ്ങനെ വണ്ടറടിച്ച് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കുറേ നേരം. ഞങ്ങൾ ഓടുവാണ് ബീച്ചിൽ കൂടെ കിടന്ന്. ചെരുപ്പ് എവിടെ ഊരിയിടാൻ? ഞാൻ നോക്കൂ, ബീച്ച് കണ്ടപ്പോൾ എല്ലാവർക്കും ഭ്രാന്തായി. രാത്രിയാണെന്നോ പകലൊന്നും ഇല്ല. ചെരുപ്പ് ഊരിയിടാൻ. നമ്മളെ ചെരുപ്പെല്ലാം ഇവിടെ ഊരിയിട്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങാനുള്ള പ്ലാനും പരിപാടികളുമാണ്. എഴുതുകയാണ്. എന്ത് എഴുതുന്നത്? കടലമ്മ കള്ളി എഴുതിയിട്ട് മായ്ക്കോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുവാണ്. നമുക്ക് നോക്കാം. കല്ല് ഭീഷണിപ്പെടുത്തുന്നു. മര്യാദയ്ക്ക് വന്നു. ശരിയായ വിശ്വാസമാണ്. അങ്ങനെ എഴുതിയാൽ നിറയെ കടകളാണ് ഗൈസ്, കണ്ടോ? കരിക്കുടിക്കാണ് ഗൈസ് നമ്മുടെ പിള്ളേരെല്ലാം. ഇവിടെ നൂഡിൽസ് ഉണ്ട്, ഗോബി മഞ്ചൂരി ഉണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. ഇതാണ് ഗോബി മഞ്ചൂരി. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഗോബി മഞ്ചൂരി അല്ല ഗൈസ്, നല്ല സാധനമാണ്. നമ്മുടെ നാട്ടിലെ ഡൂപ്പിയാണോ? അതെ, ഡൂപ്പിലെ സാധനമാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. ഇതാണ് ഒറിജിനൽ ഗോബി മഞ്ചൂരി. വാവ്, സ്വാദിഷ്ടമായ നൂഡിൽസ് ആണ് ഗൈസ്. നാട്ടിൽ കിട്ടുന്ന ആപ്പൂപ്പ നൂഡിൽസ് അല്ലേ ഇത്? ഹലോ, ഒന്ന് കഴിച്ചു കാണിക്കും. എങ്ങനെയുണ്ട്? എല്ലാം കഴിച്ചു നൂഡിൽസ് കഴിച്ചു, ഗോബി മഞ്ചൂരി കഴിച്ചു. നമ്മൾ ബസ്സിൽ കയറാൻ പോവാണ് ഗൈസ്. നമ്മുടെ പിള്ളേരെ കണ്ട് എന്നിട്ടാണെന്ന് കാണാൻ വയ്യ. അപ്പോൾ എല്ലാവർക്കും വിശന്ന് പറഞ്ഞുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കട തേടി അങ്ങനെ പോവായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാൻ പോകുന്നു ഗൈസ്. എന്താണ് കഴിക്കുന്നതെന്ന് നോക്കാം. ഓർഡർ ചെയ്തിട്ട് കുറേ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന് വിശന്ന് വരഞ്ഞ് കണ്ണ് കാണാതായിരുന്നു ഗൈസ്. അപ്പോൾ കാത്തിരുന്ന് കിട്ടിയ ഫുഡ് ഐറ്റമാണ് ഇത്. ദോശയും ചമ്മന്തിയും സാമ്പാറും. വേസ്റ്റ് ഫുഡായിരുന്നു. ദോശയാണെന്നൊക്കെ പറഞ്ഞൊരു സാധനം തന്നു. ദോശയാണോ എന്ന് പോലും അറിയത്തില്ല. അതിൻ്റെ ഉഴുന്നൊക്കെ ഇപ്പം അരച്ച് തന്നതുപോലും. വ്ളോഗാ ദോശയെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞത്. നിങ്ങൾ ചപ്പാത്തി, ഒരു പ്ലേറ്റ് ചപ്പാത്തിക്ക് 40 രൂപയാണ് ഗൈസ് ഇവിടെ. ചൂട് ചപ്പാത്തിയും ചൂട് പനീർ കറി കൊള്ളായിരുന്നു, സൂപ്പർ ആയിരുന്നു. പക്ഷെ എനിക്ക് അതങ്ങനെ കഴിച്ചാൽ മതിയായിരുന്നു. ദോശ കഴിച്ചിട്ട് ഒരെണ്ണം കഴിച്ചാൽ ഒരെണ്ണം പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, കഴിച്ചു പോയി.